നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും ആനയുടെ ആക്രമണത്തിൽ, പുലിയുടെ ആക്രമണത്തിൽ അല്ലെങ്കിൽ കടുവ ആക്രമിച്ചിട്ട് ഒരാൾ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ മാരകമായി പരിക്ക് പറ്റി. പക്ഷെ ആദ്യമായിട്ടായിരിക്കും കടന്നൽ അല്ലെങ്കിൽ തേനീച്ച ആക്രമിച്ചിട്ട് ഒരാൾ മരിച്ചു എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ടാവും. ഇന്നലെ ഊട്ടി ഗൂഡല്ലൂർ വെച്ചിട്ട് കോഴിക്കോടിലുള്ള ഒരു സാബിർ എന്ന് പറയുന്ന വ്യക്തി തേനീച്ചന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ചെറിയൊരു തേനീച്ചയൊക്കെ ആക്രമിച്ചിട്ട് ഒരാൾ കൊല്ലപ്പെടും എന്നുള്ളതൊക്കെ പല ആൾക്കാർക്കും സംശയം തോന്നും, ഇതൊക്കെ എങ്ങനെ സംഭവിക്കും എന്നുള്ളത്. ഞാനിവിടെ ഈ കൊല്ലപ്പെട്ട സാബിറിന്റെ കയ്യിന്റെ ഫോട്ടോ കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം അപകടകരമായിട്ടുള്ള രീതിയിലാണ് ഈ തേനീച്ച ഇയാൾ ആക്രമിച്ചിട്ടുള്ളത്. തേനീച്ചയാണെങ്കിലും കടന്നലാണെന്നുണ്ടെങ്കിലും കാണാൻ ചെറിയ ജീവിയാണെന്നുണ്ടെങ്കിലും വളരെ ഇവരുടെ പ്രതിരോധം അല്ലെങ്കിൽ ആക്രമണം എന്ന് പറഞ്ഞാൽ വളരെ വലിയ രീതിയിലായിരിക്കും. അതെങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഡൗട്ട് മാറി കിട്ടും. ഇപ്പോ കേരളത്തിൽ മെയിൻ ആയിട്ട് കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ 4 തരം തേനീച്ചയാണുള്ളത്. ഇതിൽ തന്നെ മലം തേനീച്ച എന്ന് പറയുന്നതാണ് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ളത്. അപ്പൊ ബാക്കിയുള്ള തേനീച്ചകളൊക്കെ നമ്മൾ തേനെടുക്കാൻ ഇതിനൊക്കെ ജസ്റ്റ് ചൂട്ടൊക്കെ കത്തിച്ച് പോയിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഊതിയാൽ തന്നെ ഇതൊക്കെ തേനും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. പക്ഷെ മലം തേനീച്ചനെ പൊതുവെ ആരും അങ്ങനെ തേനെടുക്കാറില്ല. കാരണം ഇതിന്റെ കുത്ത് കിട്ടിയ കുറച്ച് ഡേഞ്ചർ ആണെന്നുള്ളത് അറിയാൻ പറ്റും. ഇപ്പൊ ചെറിയ തേനീച്ചയാണെങ്കിൽ തന്നെ ഇതുപോലുള്ള മാരകമായിട്ടുള്ള രീതിയിലൊക്കെ ആക്രമിച്ചാൽ മരണം സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇപ്പൊ കടന്നലാണെന്നുണ്ടെങ്കിലും കേരളത്തിൽ ഒരുപാട് തരം കടന്നലുകളുണ്ട്. പക്ഷെ ഇനിയിപ്പോ ഏത് കടന്നലാണ് തേനീച്ചയാണെന്നുണ്ടെങ്കിലും അവർ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ എല്ലാതും ഒരേപോലെ ആക്രമണ സ്വഭാവമുള്ളത് തന്നെയാണ്. അവർക്ക് ഡേഞ്ചർ ആണ് തോന്നിക്കഴിഞ്ഞാൽ താഴത്തൂടെ വരുന്ന എല്ലാ ജീവികളെയും അത് ആക്രമിക്കും. ഈ സാബിറിനെ ആക്രമിച്ചത് കടന്നലാണ് അല്ലെങ്കിൽ തേനീച്ചയാണെന്നുള്ള രണ്ട് രീതിയിലുള്ള ന്യൂസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ തേനീച്ചയാകാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം ഈ ഫോട്ടോയിൽ കണ്ടാൽ മനസ്സിലാവും അദ്ദേഹത്തിന്റെ കയ്യിലെല്ലാം സ്റ്റിങ്, അതിന്റെ കൊമ്പ് തറഞ്ഞു നിൽക്കുന്നത് കാണാൻ പറ്റും. നോർമലി തേനീച്ച ആക്രമിക്കുമ്പോഴാണ് ഇതുപോലെ കൊമ്പ് അവിടെ തന്നെ നിക്ഷേപിക്കാറുള്ളത്. തേനീച്ചകൾ എങ്ങനെ ആക്രമിക്കുക എന്ന് വെച്ചാൽ ഇതിന്റെ എതിരാളിയുടെ ദേഹത്ത് വെച്ചിട്ട് കുത്തിയിട്ട് ആ സ്റ്റിങ് അവിടെ തന്നെ ഉപേക്ഷിക്കും. അതിന്റെ കൂടെ ഇവരുടെ വയറിന്റെ അല്ലെങ്കിൽ ആ മൂടിന്റെ ഒരു ഭാഗം കൂടെ അവിടെ ഉപേക്ഷിക്കും. ഇതിൽ ഈ ആക്രമിക്കപ്പെടുന്ന ഈ ശത്രു കൊല്ലപ്പെടണം അല്ലെങ്കിൽ ഏറ്റവും കൂടുതലുള്ള അപകടം അതിന് സംഭവിക്കണം എന്നുള്ളതുകൊണ്ട് ഇവരുടെ വിഷത്തിന്റെ ആ സെഞ്ചി കൂടെ അവിടെ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ആ സ്റ്റിങ് അവിടെ തന്നെ ഉപേക്ഷിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഒരു പ്രാവശ്യം ഒരു തേനീച്ച ഒരാളെ കുത്തുള്ളൂ. കാരണം ഒരു വട്ടം കുത്തി കഴിഞ്ഞാൽ പിന്നെ ഈ തേനീച്ച ചത്തുപോകും. അപ്പോൾ സ്വന്തം ജീവൻ പണയപ്പെടുത്തിയിട്ടാണ് ഓരോ തേനീച്ചയും അവരുടെ കൂടൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എതിരാളികളെ ആക്രമിക്കുന്നത്. ഒരു പ്രാവശ്യം ഒരാളെ കുത്തി കഴിഞ്ഞാൽ ആ തേനീച്ച ചത്തുപോകും. പക്ഷെ കടന്നൽ അങ്ങനെയല്ല. കടന്നൽ ഈ സ്റ്റിങ് അവിടെ ഉപേക്ഷിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു കടന്നലിന് എത്ര പ്രാവശ്യം വേണമെന്നുണ്ടെങ്കിലും ഒരാളെ കുത്താൻ പറ്റും അല്ലെങ്കിൽ ആക്രമിക്കാൻ പറ്റും. അപ്പോൾ ഈ ഫോട്ടോ കണ്ടിട്ട് ഇതിൽ ആക്രമിച്ചിട്ടുള്ളത് തേനീച്ചയാവാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഈ തേനീച്ചകളുടെ സ്റ്റിങ് അവിടെ തന്നെ നിൽക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഈ തേനീച്ചയുടെ സ്റ്റിങ്ങിന്റെ തലപ്പ് ഭാഗത്ത് ഒരു ആങ്കർ പോലെ ഉണ്ട്, ഒരു കുളത്ത് പോലെ ഉണ്ടാവും. അപ്പൊ ഇത് കുത്തിക്കഴിഞ്ഞാൽ തിരിച്ചു വലിക്കുന്ന സമയത്ത് അത് അവിടെ തന്നെ ഡ്രോപ്പ് ആവുക ചെയ്യും. അപ്പൊ അത് നമ്മൾ പറിച്ചെടുക്കുന്ന സമയത്താണെങ്കിൽ ആ കുളത്ത് നമ്മുടെ ദേഹത്തൂടെ ഒരഞ്ഞു പോരുമ്പോൾ നല്ല വേദന ഫീൽ ചെയ്യും. അങ്ങനെയാണ് ഈ തേനീച്ചകളുടെ ആക്രമണം എന്ന് പറയുന്നത്. ഇനി ഈ തേനീച്ചകളുടെ ഇവരുടെ കൂട്, അല്ലെങ്കിൽ തേനീച്ചയാണെങ്കിലും കടന്നലാണെങ്കിലും ഇവരുടെ കൂട് ആക്രമിക്കപ്പെട്ടു എന്ന് ഇവർക്ക് തോന്നി അല്ലെങ്കിൽ ഇളകുന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കുക ഇവരുടെ കൂട് ഇളകുന്നുണ്ടെങ്കിൽ കൂടിനെ ആരോ അറ്റാക്ക് ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ അവർ ചുറ്റോറും പറക്കും. അതിന്റെ താഴെ കൂടെ മൂവ് ചെയ്യുന്ന നീങ്ങുന്ന ഏത് സാധനം പോകുന്നുണ്ടോ അവർക്കൊക്കെ അറഞ്ചും പറഞ്ചും കുത്തിട്ടു. അതിപ്പോ നമ്മൾ കല്ലെടുത്ത് എറിയണമെന്നില്ല. ആരെങ്കിലും ഒരാൾ കല്ലെടുത്ത് എറിഞ്ഞിട്ട് നമ്മൾ താഴത്തു കൂടെ പോയാലും നമുക്ക് കുത്തിട്ടു. അപ്പൊ ചില പരുന്തുകൾ പോലുള്ള ജീവികളുണ്ട്. അപ്പൊ ഈ തേനീച്ചന്റെ ആണെങ്കിലും കടന്നലിന്റെ ആണെങ്കിലും കൂട്ടിൽ ചിലപ്പോൾ ലാർവ ഇവര് മുട്ടിട്ടിട്ട് ചെറിയ ലാർവകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതിനെ തിന്നാൻ വേണ്ടിയിട്ട് പരുന്തുകളൊക്കെ ചില സമയത്ത് തേനീച്ചകളുടെ കൂടെ ആക്രമിക്കും. അപ്പൊ അവരെങ്ങനെ ആക്രമിക്കാന്ന് വെച്ചാൽ അവര് മേലെ നിന്ന് ഹൈ സ്പീഡിൽ വന്നിട്ട് അവർക്ക് കിട്ടാവുന്ന രീതിയിൽ പെട്ടെന്ന് എടുത്തിട്ട് മുകളിലേക്ക് തന്നെ പോകും. അപ്പൊ തേനീച്ചകൾക്ക് ഇവരെ കിട്ടൂല. പക്ഷെ ആ സമയത്ത് താഴത്തു കൂടെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവർ കറഞ്ചും പുറഞ്ചും കുത്തി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഈ സാബിറിന്റെ കേസിലാണെങ്കിൽ തന്നെ അവര് ടൂർ പോയത്, 3 ആളാണ് ടൂർ പോയിട്ടുണ്ടായിരുന്നത്. സാബിർ താഴത്തേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് കുറച്ച് തേനീച്ചകൾ വാരിക്കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അത് മൈൻഡ് ചെയ്യാതെ കുറച്ചും കൂടെ താഴേക്ക് പോയി. അപ്പൊ ഒരുപാട് തേനീച്ചകൾ വന്ന സമയത്ത് സാബിർ ഷർട്ട് ഊരിയിട്ട് ഇതിറ്റുകളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മിന്നാണ് ചെയ്തത്. പക്ഷെ അതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാരണം. അപ്പൊ ഈ കൂടുതൽ പ്രവോക്ക് ആവുകയാണ് ചെയ്യുക. ഈ തേനീച്ചകൾ കൂടുതൽ പ്രവോക്ക് ആയിട്ട് അവർ ഒന്നിച്ചു വന്നിട്ട് അറ്റാക്ക് ചെയ്യാണ് സാബിറിന് ഉണ്ടായിട്ടുള്ളത്. സാബിർ ഇവർ ഒന്നിച്ചു വന്ന് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് താഴെ വീണിട്ട് പിന്നെ എണീക്കാൻ പറ്റാതെ, കാരണം ഒരുപാട് എണ്ണൊക്കെ ഒരുമിച്ച് കഴിച്ചാൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെയൊക്കെ തകരാറിലാക്കിയിട്ട് നമുക്ക് ബോധക്ഷയമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ബോഡി ഇൻബാലൻസ് ആയിട്ട് മരിച്ചു പോവാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ് സഹായിക്കാൻ വേണ്ടിയിട്ട് ഓടി വരുന്നുണ്ടായിരുന്നു. അവർക്കും കുത്തി കിട്ടിയപ്പോൾ അങ്ങോട്ട് അടുക്കാൻ പറ്റാതെ അവർ പിന്തിരിഞ്ഞോടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നോർമലി ഒരു തേനീച്ച അറ്റാക്ക് ചെയ്യാൻ വരികയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഒരിക്കലും അവർ നമ്മൾ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ നോക്കിയിട്ട് കാര്യമില്ല. ഒന്നെങ്കിൽ നമുക്ക് തീ വേണം. തീ അല്ലെങ്കിൽ പുകയൊക്കെ ഉണ്ടെങ്കിൽ അടുത്തേക്ക് വരില്ല. ഈ പുകയും കാര്യങ്ങൾ വരുമ്പോൾ അവർ മാറിപ്പോയിക്കോളും. അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഡിഫെൻഡിങ് മെക്കാനിസം എന്ന് പറയുന്നത് തേനീച്ച നന്നായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ താഴത്തെ നിലത്ത് തറയിൽ കടന്നാൽ മതി. നമ്മൾ കമയിന്ന് കിടന്നാൽ ഒരു പക്ഷേ ഇവർ കുത്താനുള്ള സാധ്യതയില്ല. കാരണം മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റ്, നീങ്ങുന്ന സാധനങ്ങളെയാണ് ഇവർ ആക്രമിക്കുക. അപ്പം താഴത്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ അതിലൂടെ പാരി കളിച്ച് കുറച്ച് നേരം കഴിഞ്ഞാൽ അവർ പോയിക്കോളും. ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അല്ലാതെ തിരിച്ച് ഇവരെ പ്രതിരോധിക്കാൻ നിന്നാൽ അറഞ്ചം പുറഞ്ചം കുത്തിയിട്ടു. കാരണം ഇവർ ചെറിയ ജീവികളായതുകൊണ്ട്
ഇവർക്ക് നമ്മളെ ഏത് ഏരിയയിൽ വന്നിട്ട് കുത്താൻ പറ്റും. നമ്മൾ ഒന്നിനെ അറ്റാക്ക് ചെയ്താലും കാര്യമില്ല. അപ്പം വേറെ വല്ല ജീവിക്കാണെങ്കിൽ ഒന്നോ രണ്ടെണ്ണോ വരിക, അതിനെ നമുക്ക് ഓടിച്ചു വിടാൻ പറ്റും. പക്ഷെ ഇവ 1000 100 ഒക്കെ ഒരുമിച്ച് വരുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വല്ല ചൂട്ടും കത്തിച്ചിട്ട് ഈ പുക ആകെ കൂടെ പുകപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് പിന്നെ ആ പരിസരത്തേക്ക് വരാൻ സാധിക്കൂല. അപ്പോൾ നോർമലി ഇപ്പോൾ ഒരു 5-6 കുത്ത് കിട്ടിയാൽ തന്നെ നമുക്ക് ബോധക്ഷയം അല്ലെങ്കിൽ തല ചുറ്റുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ അത് കൂടുതൽ കുത്ത് കിട്ടുകയാണെങ്കിൽ നോർമൽ ചെറിയ തേനീച്ച തന്നെയാണ്. മലം തേനീച്ചയാണെങ്കിൽ 5 കുത്തിയാൽ എന്തായാലും നല്ല രീതിയിലുള്ള പെയിനും ഉണ്ടാവും. പോരാത്തിന് നമുക്ക് തലകറക്കം അതൊക്കെ എന്തായാലും ഫീൽ ചെയ്യും. അതിൽ കൂടുതലൊക്കെ കുത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടാവും. കാരണം നമ്മുടെ ബ്ലഡ് പ്രഷറും ഇമ്മ്യൂണിറ്റിനെ അഫക്ട് ചെയ്യും. ഇമ്മ്യൂണിറ്റി ഒരു കുത്ത് കിട്ടുമ്പോൾ തന്നെ നമ്മുടെ ബോഡി അവിടെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇമ്മ്യൂണിറ്റി അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ 5-6 കുത്ത് കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധ ശേഷിനെ തന്നെ താളം തെറ്റിക്കും. അങ്ങനെയുള്ള സമയത്ത് എന്താ വെച്ചാൽ ബ്ലഡ് പ്രഷറും കാര്യങ്ങളും കൂടിയിട്ട് നമുക്ക് മരണം വരെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പൊ നമ്മൾ യാത്ര കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് പല സ്ഥലത്തേക്ക് ഇറങ്ങുന്ന നമുക്കൊരു മിനിമം ബോധം ഉണ്ടാവണം. ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യത ഉണ്ടെന്നുള്ളൊരു നമ്മൾ ആ സറൗണ്ടിങ്ങിനെ പറ്റിയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. അപ്പോൾ അഥവാ ഒരു തേനീച്ച അല്ലെങ്കിൽ വേറൊരു ജീവി ആക്രമിച്ചാലും ഏതൊക്കെ രീതിയിൽ പ്രതികരിക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ പ്രതിരോധിക്കാം, അല്ലെങ്കിൽ എങ്ങോട്ടൊക്കെ ഓടാൻ പറ്റുന്നുള്ള ഒരു മിനിമം ഒരു സറൗണ്ടിങ്ങിനെ പറ്റിയുള്ള ഒരു അവയർനെസ് നമുക്ക് ഉണ്ടാവും നല്ലതാണ്. പിന്നെ നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോൾ കൂടുതൽ ഡേഞ്ചർ ആണ് അല്ലെങ്കിൽ പോകണ്ടെന്ന് തോന്നുന്ന സ്ഥലത്തേക്ക് പോകാതിരിക്കുക, അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള പരിപാടികളൊക്കെ നിൽക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് സേഫ് ആവാനുള്ള ഏറ്റവും വലിയ മാർഗം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ